കുടുംബങ്ങളിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഈ റിമോട്ട് കൺട്രോൾ അമ്മമാർ വെരി ഡേഞ്ചറസ് ആണ്. നന്നായിട്ട് പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ അമ്മ വന്നിട്ട് ഭർത്താവിനെ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ആങ്ങളെ വന്നിട്ട് അങ്ങനെ ഭരിക്കണം, ഇങ്ങനെ ഭരിക്കണം, ബാപ്പ വന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ കുടുംബത്തിൽ തിരികേറ്റാൻ ആളുണ്ടാവും. ജീവിതം നശിച്ചാൽ അത് സഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബേസിക്കലി ഒരു കുടുംബമാകുമ്പോൾ നമ്മുടെ കാര്യമല്ലേ, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മളെ കുറവുകൾ നാട്ടുകാരോട് പറയണ്ടെന്താ നമ്മുടെ കുറവുകൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് മുന്നോട്ട് പോയാൽ കുടുംബം മുന്നോട്ട് പോകും. നാട്ടുകാരും കുടുംബക്കാരും ഉമ്മയും ബാപ്പയും ആങ്ങളമാരും ഇടപെട്ടിട്ട് നന്നായ ഏതെങ്കിലും ഭാര്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ വെറുതെ കച്ചറുണ്ടാക്കി നല്ല കുടുംബങ്ങൾ നശിപ്പിച്ചു. ഇതിലിപ്പോൾ അവൾക്ക് ചിലപ്പം വേറെ ഭർത്താവിനെ കിട്ടും, ഇയാൾക്ക് ചിലപ്പം വേറെ ഭാര്യനെ കിട്ടും. പക്ഷെ ഇതിലൊക്കെ കഷ്ടപ്പെടുകയാണെന്ന് പറയാം, ആ പാവം കുഞ്ഞുങ്ങളാണ്. അവർ വലുതായി കഴിഞ്ഞാൽ അവർ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങളെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയത് ഈ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള വഴക്കാണ്. സമൂഹത്തിൽ വരുന്ന എല്ലാവിധ സാമൂഹ്യ ദ്രോഹവുമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികളൊക്കെ വളർന്നു വരിക, അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലമുള്ള കുട്ടികൾ വളർന്നു വരിക, സാമൂഹ്യ വിരുദ്ധതയുള്ള കുട്ടികൾ വളർന്നു വരിക, ആക്രമണ സ്വഭാവമുള്ള കുട്ടികൾ വളർന്നു വരിക, ഡ്രഗ് അഡിക്ഷനുള്ള കുട്ടികൾ വളർന്നു വരിക, ഒക്കെ ഇത്തരം കുടുംബങ്ങളിൽ നിന്നാണ്. എന്തിനാണ് നമ്മളെയും നമ്മളെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ നമ്മൾ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഉമ്മമാരോട് പറയാനുള്ളത്, മകളെ കെട്ടിച്ചയച്ചില്ലേ, അവരെങ്ങനെങ്കിലും സമാധാനത്തിൽ ജീവിക്കട്ടെ, പോയി കാലിട്ട് ആ ജീവിതം വെറുതെ നശിപ്പിക്കല്ല ഭായി. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത് ശരി, അവർക്കെങ്കിലും കിട്ടിക്കോട്ടെ.